ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളൊരു ഗുജറാത്തി ഫെസ്റ്റിവലിന് പോവുകയാണ്. മീൻസ് ഫങ്ഷന് പോവുകയാണ്. അത് ഹൂൾസ്ബർഗിലാണ്. ഞങ്ങളിപ്പം ഉള്ളത് ഹൂൾസ്ബർഗിലാണ്. വെയിറ്റിംഗ് ഫോർ അനദർ ബസ്. യെസ്, ഇവിടെ ഹാപ്പി കുട്ടൻ ഒരു ഉറങ്ങി എണീറ്റേ ഉള്ളൂ. ഇന്നലെ രാത്രി ഫുൾ ഉറങ്ങിയിട്ടില്ല. ഹാപ്പി ഫുൾ ഇറിറ്റേറ്റഡ് ആയിരുന്നു. ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ വരാൻ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ ഇറിറ്റേറ്റഡ് സിറ്റുവേഷൻ കാരണം ലേറ്റായിപ്പോയി. സോ ഇപ്പം നമ്മൾ പ്രസൻറ്റ് എത്തിപ്പെട്ടു. എങ്ങനെ ഹൂൾസ്ബർഗിൽ എത്തിപ്പെട്ടു. ഞങ്ങളവിടെ നിന്ന് ലൈക്ക് ഒരു 15 മിനിറ്റ്സ് ഉണ്ട് ഹൂൾസ്ബർഗിൽ വരാൻ. ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങൾ എത്തി. ഇനി അങ്ങോട്ട് പോകണം. ഇവിടുന്ന് അഗെയിൻ ഒരു 15 മിനിറ്റ്സ് ബസ്സിന് വെയിറ്റിംഗ് ആണ്. യെസ്, അങ്ങനെ നോക്ക്. കണ്ട തലയിൽ കൈവച്ച് വലിയ മനുഷ്യരെ പോലെയാണ് കിടക്കുന്ന കുട്ടി. ചിരിക്കുന്നു. ഇത്ര നേരം കരച്ചിലും ഇറിറ്റേഷനൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ആളൊന്ന് ചിരിക്കുന്നത്. ഹാപ്പി കുട്ടി എവിടെ? ഹാപ്പി കുട്ടി എവിടെ? ഏടാ ഹാപ്പി കുട്ടി? ഇത് ഞാൻ അങ്ങനെ ഇട്ടിട്ടാ. ഹാപ്പി കുട്ടി എവിടെ? കുറേ സമയം കൊണ്ട് ബസ്സിന് വെയിറ്റ് ചെയ്യുന്നു. ബസ് വരുന്നില്ല. യെസ്, ഇവിടെ നിന്ന് ഫോൺ കുത്തിക്കൊണ്ടിരുന്നു പാടുക. ഇവിടെ ഒരാൾ ഉറങ്ങി എണീറ്റ് നോക്കിക്കൊണ്ട് കിടപ്പാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു ഫങ്ഷന് പോണേ. ഞങ്ങളിതുവരെ പോയിട്ടില്ല. അവിടെ ഡാൻസൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയണേ, പറഞ്ഞ് കേട്ട അറിവ്. ഇപ്പം നോക്കട്ടെ എങ്ങനെയാണ് എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇപ്പം ടൈം 2:15 എങ്ങാണ്ടായി. സോ ഞങ്ങളവിടെ പോയി എത്തുന്ന മിക്കവാറും 2:45 ആവും തോന്നുന്നു. അവിടെ പോയി പിന്നെ തിരിച്ച് മിക്കവാറും രാത്രിയാവും വീട്ടിൽ പോകുന്നു. എന്തായാലും അത്ര നേരം ഹാപ്പി എങ്ങനെ പിടിച്ച് നിൽക്കുമെന്ന് അറിയത്തില്ല. കുറച്ചവിടെ സൗണ്ടൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഓൾറെഡി അവൻ ഇറിറ്റേറ്റഡ് ആണ്. ഇനി അവിടെ പോയാലേ അറിയത്തുള്ളൂ എങ്ങനെ ഉണ്ടാവും. സിറ്റുവേഷൻ അനുസരിച്ച് ഇനി അവിടെ പോയിട്ട് പ്ലാൻ ചെയ്യണം. കണ്ടോ, ഇപ്പം 2 ആൾക്കാർ 2 വീലർ ഓടിച്ചുകൊണ്ട് പോയ. എനിക്ക് ആക്ച്വലി 2 വീലർ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ എൻ്റെ ഫേവറേറ്റ് വെഹിക്കിളാണ്. കുറേ വർഷം കൊണ്ട് ഓടിച്ചുകൊണ്ട് കിടന്നായിരുന്നു. പക്ഷേ ഇവിടെ വന്ന ശേഷം അതിൻ്റെ ലൈസൻസ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിക്ക് ടഫാണെന്ന് ഞാൻ അറിഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ 4 വീലർ ലൈസൻസ് എടുക്കുന്നതിനെക്കാട്ടിലും ടഫാണ് 2 വീലർ ലൈസൻസ് എടുക്കണമെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് കുട്ടി ഒന്ന് ബാക്ക് അടിച്ചു. എടുക്കണമെന്നുണ്ട്. പ്രോബബ്ലി നോക്കാം. ഫ്യൂച്ചറിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, നോക്കിയിട്ട് എടുക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടെ ലേഡീസ് അങ്ങനെ, നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ കുറച്ച് കൂടുതലാണ് ലേഡീസ് 2 വീലർ ഓടിക്കുന്നത്. ഇവിടെ കുറവാണ്. ഇവിടെ അങ്ങനെ ലേഡീസ് 2 വീലർ ഓടിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. റെയർലി ഇപ്പം ഞാനൊരു 4 മാസം കൂടുമ്പോഴോ 5 മാസം കൂടുമ്പോഴൊക്കെയാണ് ഒരു 2 വീലർ കാണുന്നത് എവിടേക്ക് റോഡിൽ. ഒരെണ്ണം. എല്ലാവർക്കും, മിക്കവാറും ഇവിടെ ഉള്ള എല്ലാവർക്കും 4 വീലറുണ്ട്. അപ്പോൾ എല്ലാവരും അതിലാണ് ട്രാവൽ. പിന്നെ ഇല്ലാത്തവർ ബസ്സിലും ട്രാമിലും നമ്മളെ പോലെയൊക്കെ. നമുക്കതില്ല. സോ നമ്മൾ ബസ്സിലും ട്രാമിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 2 വീലറിൻ്റെ ലൈസൻസ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. നോക്കട്ടെ. പക്ഷെ കമ്പാരിറ്റീവ്ലി അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 4 വീലറാണ് ബെറ്റർ. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 5 മാസം കൂടുമ്പോൾ 6 മാസം കൂടുമ്പോഴൊക്കെയാണ് ഞാൻ ഒരു 2 വീലർ കാണുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ 4 വീലറല്ലേ ബെറ്റർ. നോക്കട്ടെ. അങ്ങനെ ഫൈനലി ബസ് വന്നു ഗൈസ്. കുറേ നേരത്തിൽ കാത്തിരിപ്പിനൊടുവിൽ ബസ് വന്നു. അങ്ങനെ ഫൈനലി ആഫ്റ്റർ ലോങ് വെയിറ്റ് ഞങ്ങളിവിടെ എത്തി. ഇവിടെ പ്രോഗ്രാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.
പ്രസാദം കഴിക്കുകയാണ് കുട്ടി. എൻ്റെത് എനിക്കും കിട്ടിയായിരുന്നു. ഭയങ്കര മധുരം കാരണം ഞാൻ എല്ലാം ഈ പ്ലേറ്റിൽ കൊട്ടി. യെസ്, ഒറ്റയ്ക്കിന് നല്ല പൊള്ളിങ്ങാണ്. ഇവിടെ ഉറങ്ങി കേട്ടാ, വല്ല വിധന ഉറക്കി. അവൻ ഈ തുണികളൊന്നും അവൻ്റെ മേലെ മൂടാതെ ഇങ്ങനെ പുതച്ചിടാതെ അവൻ ഉറക്കം വരില്ല. മീൻസ് അവൻ ഉറങ്ങൂല. അവൻ ഇങ്ങനെ ശല്യപ്പെട്ട് ഇങ്ങനെ കൈയും കാലൊക്കെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കും. ഈച്ചാണോ? യെസ്, ഡിന്നർ ടൈമാണ് ഗൈസ്. അവിടെ ഭയങ്കര സൗണ്ടും ബാസും ആയതുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഡിന്നർ ഞങ്ങൾ പേർക്കിലിരുന്ന് കഴിക്കാമെന്ന് വെച്ച്. ഹാപ്പി ആണെങ്കിൽ ഉറങ്ങും, എണീക്കും ഉറങ്ങും എന്നൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ പാർക്കിൽ വെച്ച് ഡിന്നർ കഴിക്കുന്നു. അങ്ങനെ നവരാത്രി പൂജ കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡ് അടിച്ചു, വയറ് ഫുള്ള്. ഇനി നേരെ വീട്ടിലേക്ക്. ബസ് മിസ്സായി. ഇനി 7:40 ഉള്ളൂ. മണി 7 ഇപ്പോൾ. കുറച്ച് നേരം പാർക്കിൽ ഇരുന്നിട്ട് പോവാം എന്ന് വെച്ചു. പിന്നെ ഫുഡ് അടിച്ചിട്ട് വയറിങ്ങനെ മന്ദം വന്നിരിക്കുന്ന പോലെ. അങ്ങനെ ഞങ്ങൾ ഫൈനലി വീട്ടിലേക്ക് യാത്ര തിരിച്ചു. കുറേ സെൽഫി പരിപാടിയായിട്ട് ഫാമിലി സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ ഫൈനലി വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ശുഭരാത്രി.